ഇനി ഒരു 4 സെക്കൻഡ് എൻ്റെ ഉണ്ടായിരുന്നു അത് ഉണ്ടാവണം അവിടത്തേക്കൊരു ലീഡ് കൂടായിരുന്നു റോന്ത. എപ്പിസോഡിക് സാധനങ്ങളുടെ ഷൂട്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ശ്രദ്ധിച്ചറിയാം, എല്ലാ എപ്പിസോഡ്സും പലതരം ജോണറുകളാണ്. ചിലയിടത്തൊരു ഹൊറർ ഫീൽ വരുന്നു, ഹൊററല്ല എങ്കിൽ പോലും ഒരു ഹൊറർ ഫീൽ ഷൂട്ട് ചെയ്യേണ്ടി വരും. ചിലയിടത്ത് കുറച്ച് ത്രില്ല്, സിനിമ കണ്ടുകൊണ്ടറിയാം, ഒരു ത്രില്ല്, അല്ലെങ്കിൽ ചിലയിടത്തൊരു ഫണ്ണായിരിക്കാം, ചിലയിടത്ത് കുറച്ചുകൂടെ ഡ്രാമ ആയിരിക്കാം, ചിലയിടത്ത് ഇമോഷനാവാം. അപ്പം നമുക്കതെല്ലാം സെപ്പറേറ്റ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യിക്കണ സെപ്പറേറ്റ് ആണല്ലോ ഇതെല്ലാം. പക്ഷെ എല്ലാത്തിനും എന്നാൽ ഇതെല്ലാം അങ്ങനെ നിൽക്കുകയും ചെയ്ത് ഇതിനിടയിൽ കൂടെ ഒരു പാത്രം വേണം. ദിലീപായിട്ടൊരു സിനിമ നടക്കുന്നു, അല്ലെങ്കിൽ രഞ്ജിത്തമ്പാട്ട് അതല്ല, ഓൺലൈനിൽ പടങ്ങൾ അനൗൺസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് പ്രണവ് മോഹൻലാൽ ഞാനൊന്നും പറഞ്ഞ് കുറച്ചാൾ മുമ്പ് വന്നിരുന്നു. രതീഷമ്പാട്ടുമായിട്ട് പടമുണ്ട്. അതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റ് നമ്മളിപ്പം അങ്ങനെ ഒരു പരിപൂർണ്ണമായും തീരുമാനിച്ചില്ല. 90% ചാക്കോച്ചനാവാനാണ് സാധ്യത. ഡയറക്ടർ റൈറ്റർ ഷാഹി കബീർ നമ്മുടെ കൂടെ. ഹായ്, നമസ്കാരം. റോന്ത് ഞാൻ 2 വട്ടം കണ്ടു. താങ്ക് യു. എന്താ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്? ഇല്ല, നല്ല മൗത്ത് പബ്ലിസിറ്റിയാണ്. നമുക്കൊരു സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആദ്യമേ മനസ്സിലാവുന്നത് നമുക്കൊരു പരിചയമില്ലാത്തവരുടെ മെസ്സേജ് വരും. ഇപ്പോൾ ഇൻസ്റ്റയാണല്ലോ, കുറേ സ്റ്റോറി വരും, നമുക്ക് എല്ലാം ഒന്നും ടാഗ് ചെയ്യാൻ പറ്റാത്തത്ര നമ്പർ വരാറുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വിജയിച്ചു. കാരണം പരിചയമുള്ളവർ വിളിച്ചു പറയുന്നില്ല, പരിചയമില്ലാത്തവർ വിളിച്ചു പറയാൻ തുടങ്ങി. ഹാപ്പിയാണ്. ഒരു പോലീസ് കഥകൾ പറയുന്ന ഏറ്റവും ഒത്തൻറ്റിക് റൈറ്റർ, ആ രീതിയിലൊരു ബ്രാൻഡാണ് ഷാഹി കബീർന്ന്. ഓരോ സിനിമ ഇറങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരു പോലീസ് സ്റ്റോറി വരെയാണ് ഷാഹി കബീർ ആണെന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്നത് നിസ്സംശയം പോയി കാണാം എന്നുള്ളതാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? എന്തോ ഭാഗ്യം, ഇതുവരെയുള്ള സിനിമകൾ വിജയിച്ചു, അല്ലെങ്കിൽ ആൾക്കാർക്ക് കണക്റ്റായി. അത് തന്നെ ആയിരിക്കാം ആൾക്കാർക്ക് ആ പ്രതീക്ഷ ഉണ്ടാക്കുന്നത്. റോന്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു റോന്ത് ചുറ്റുന്ന ഒരു പോലീസുകാരൻ, അവർ അല്ലെങ്കിൽ 2 പേര്, അവർ കാണുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അത് മാത്രമാണ് കഥ. ഒരു രാത്രി പിറ്റേന്ന് അവസാനിക്കുന്നു. പക്ഷേ അതിൽ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ കണ്ട ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാകും. സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ച് സിനിമാറ്റിക്കും ആക്കുക എന്നുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെലക്ഷൻ, അത് ചൂസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഇത്തരം വിഷയങ്ങളാണ് പറയേണ്ടത്, ഇതെല്ലാം യഥാർത്ഥത്തിൽ കണ്ട് പരിചയിച്ചതായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? കുറച്ച് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കണ്ട് ഞാൻ അനുഭവിച്ചുള്ള കാര്യങ്ങളുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുടെ കാര്യങ്ങളുണ്ട്, പിന്നെ കുറച്ച് ഫിക്ഷൻ ഉണ്ട്. പിന്നെ അത് ചൂസിങ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കഥയിലൂടെ പോകുമ്പോഴും ഈ കഥാപാത്രങ്ങളുടെ സ്വഭാവം അല്ല അവരുടെ മാനസികാവസ്ഥകൾ പ്രേക്ഷകർക്ക് കിട്ടണം. അപ്പം അങ്ങനെയുള്ള ഇൻസിഡൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തു പോയത്. ഈ എപ്പിസോഡിക്കായിട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറയുമ്പോഴേ അതിലൊരു വെല്ലുവിളിയും അതേസമയം അതിലൊരു ഹൈയും എങ്ങനെയാ? ഇല്ല, ഒരു എപ്പിസോഡിക് സാധനങ്ങളുടെ ഷൂട്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ശ്രദ്ധിച്ചറിയാം, എല്ലാ എപ്പിസോഡ്സും പലതരം ജോണറുകളാണ്. ചിലയിടത്തൊരു ഹൊറർ ഫീൽ വരുന്നു, ഹൊററല്ല എങ്കിൽ പോലും ഒരു ഹൊറർ ഫീൽ ഷൂട്ട് ചെയ്യേണ്ടി വരും. ചിലയിടത്ത് കുറച്ച് ത്രില്ല്, സിനിമ കണ്ടുകൊണ്ടറിയാം, ഒരു ത്രില്ല്, അല്ലെങ്കിൽ ചിലയിടത്തൊരു ഫണ്ണായിരിക്കാം, ചിലയിടത്ത് കുറച്ചുകൂടെ ഡ്രാമ ആയിരിക്കാം, ചിലയിടത്ത് ഇമോഷനാവാം. അപ്പം നമുക്കതെല്ലാം സെപ്പറേറ്റ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യിക്കണ സെപ്പറേറ്റ് ആണല്ലോ ഇതെല്ലാം. പക്ഷെ എല്ലാത്തിനും എന്നാൽ ഇതെല്ലാം അങ്ങനെ നിൽക്കുകയും ചെയ്ത് ഇതിനിടയിൽ കൂടെ ഒരു പാത്രം വേണം. അപ്പോൾ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സിനിമയിൽ ഇതൊക്കെ കൊണ്ടുവരാന്നുള്ളത് ഒരു രസമാണ്, അതേസമയം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊരു ഇതാണല്ലോ, തുടക്കം മുതൽ അവസാനം അതിൻ്റെ ഒരു പേസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ ജമ്പാവാതിരിക്കാൻ വളരെ ന്യൂട്രലി പോകണം. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. ആക്ടേഴ്സിനെ കണക്കാണ് ഞങ്ങൾക്കും ബുദ്ധിമുട്ടിയാണ്. പല ഇമോഷൻസ് പല കാര്യങ്ങളും കൊണ്ടുപോകുന്നതാണ്. നമുക്കിത് കാണുമ്പോൾ ഒരു പോലീസ് കഥ നിങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ അവരിലേക്ക് ഇന്നാവുകയാണ്. നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു പോലീസുകാരുടെ കൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു രസമുണ്ടല്ലോ, അതായത് ഭയങ്കര റിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളത് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇതിലെ ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പം നൈറ്റ് ഷോട്ട്സൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ഭംഗിയായിരുന്നു. ഭംഗി ഇൻ ദ സെൻസ് ഈ കഥയുമായി ചേർന്ന് ഭയങ്കര രസമായിട്ടാണ് വന്നേക്കുന്നത്. മനേഷ് മാധവനാണ്, വീണ്ടും നിങ്ങളുടെ അസോസിയേഷനാണ്. അതിൻ്റെ ഒരു എളുപ്പം എങ്ങനെയാണ്? ഇല്ല, മനേഷ് ചേട്ടനായിട്ട് ഇപ്പം പണ്ടോട്ടുള്ള സൗഹൃദമുണ്ട്. അപ്പം ഈ കഥകളൊക്കെ ഇനിഷ്യലി പറയാറുണ്ട്. നമുക്ക് ആഗ്രഹമുള്ള സമയത്ത് ഞങ്ങൾ വെറുതെ കഥയൊക്കെ എഴുതുന്നതിന് മുമ്പ് തന്നെ ലൊക്കേഷനിൽ പോകാറുണ്ട്. അതിൻ്റെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, നമുക്ക് അവിടെ പറ്റുന്നില്ല എടുക്കാം, അങ്ങനെയൊക്കെ ചിന്തിക്കാം. പിന്നെ ഈ സിനിമയ്ക്കകത്ത് ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഉള്ള വെല്ലുവിളികളാണിത്. അപ്പം ഭയങ്കര റോ ആയിട്ട് എടുക്കാം, പക്ഷെ അത് വേണ്ട, കുറച്ചുകൂടെ ആൾക്കാർ കാണണം. എന്നാൽ അപ്പോഴത്തെ സിനിമാറ്റിക് ആവാൻ പാടില്ല. അതിൻ്റെ ഒരു ഇൻബിറ്റ്വീൻ ലൈനാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അപ്പം മനീഷിൻ്റെ ഭയങ്കര രസകരമായ ഫ്രെയിം, അല്ലെ മനീഷ് ഭയങ്കര നന്നായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മാനസികപ്പെട്ടുമായിരിക്കും, കാരണം ജോസഫോട്ടുള്ള സൗഹൃദമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ഈ ലാൻഡ്സ്കേപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി, അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇലവിഴ പൂഞ്ചിറയും അങ്ങനെ തന്നെയായിരുന്നു. അതും മനീഷ് തന്നെയാണ്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ്, ഈ സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിലെ അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ്? അത് നിങ്ങൾ കണ്ട് പിന്നീട് ഉണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ടോ, അതെങ്ങനെയാണ്? ഇല്ല, അങ്ങനെയല്ലേ. ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്പേസിനെ വെച്ച് തന്നെ നമ്മൾ ചിന്തിച്ചാണ്. കാരണം അത് വേറൊരു തരത്തിലുള്ള ചലഞ്ചായിരുന്നു. കാരണം ഒരേ സ്ഥലത്താണ് ഷൂട്ട് ചെയ്യുന്നത്.
അപ്പം നമ്മൾ അങ്ങനെ മൊത്തത്തിൽ വൈഡ് വെച്ചിട്ട് അത് കാണിക്കണ്ട, അതിൻ്റെ ഓരോ സീൻ നടക്കുമ്പോൾ ഓരോ സ്ഥലം പോയാൽ മതി എന്നൊക്കെ അങ്ങനെയുള്ള തീരുമാനങ്ങളെടുത്താണ് പോയത്. ഇത് കുറച്ചുകൂടെ നമുക്ക് അങ്ങനെയുള്ള കാഴ്ച നമുക്ക് ഇച്ചിരി കൂടെ ഫ്രീ ആയിരുന്നത്. ലാൻഡ്സ്കേപ്പ് ഒരു ഹൈ റേഞ്ച് എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ പോലീസ് സ്റ്റേഷൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. ഭയങ്കര സിറ്റിയിൽ നമുക്കത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ക്രൗഡഡ് ആവും, ഹാപ്പനിങ് അല്ലാത്ത ഒരു ചെറിയ, അതാണ് ഒരു റബ്ബർ വിജനമായ സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലത്ത് ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഇരട്ടി പോയത് ഇതിൻ്റെ ആദ്യമേ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന സജയ് ചേട്ടനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ഇരട്ടിയാണ്. അപ്പോൾ അദ്ദേഹം ആണ് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, പുള്ളിക്ക് അത്യാവശ്യം എക്സ്പെൻസ് കുറവായിരിക്കും എന്നൊക്കെ കണ്ടിട്ട് പുള്ളിയാണ് ഞങ്ങളവിടെ അങ്ങനെ പോയതാണ്. പക്ഷെ അവിടെ പോയി കുറേ ലൊക്കേഷൻ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ എനിക്കവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, ഞങ്ങൾക്ക് പറ്റിയ സെറ്റ്സ് ഒത്തിരി ഉണ്ടായിരുന്നു. അല്ല, നമുക്ക് വളരെ പണിയെടുക്കാതെ ഷൂട്ട് ചെയ്യാവുന്ന സ്ഥലങ്ങളായിരുന്നു. പിന്നീട് പ്രൊഡക്ഷൻ മാറിയപ്പോൾ നമ്മൾ വിചാരിച്ചത് തൊടുപുഴയിലോ പാലയിലോ കോട്ടയത്തോ എവിടെ വെച്ച് വെള്ളം ചെയ്താൽ മതി, നമുക്ക് അടുപ്പമാണ്. പക്ഷെ പിന്നീട് അവിടെ പോയി നമ്മൾ നോക്കിയപ്പോഴൊന്നും, ഞങ്ങൾ പോയി പത്തനംതിട്ട തൊട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്തു, ഇടുക്കി തൊട്ട് കോട്ടയം വരെ ട്രാവൽ ചെയ്തു. പക്ഷേ നമുക്ക് അങ്ങനൊരു കിട്ടുന്നില്ല. അല്ല, ലൊക്കേഷൻസ് നല്ലതാണ്, പക്ഷെ ചില സിറ്റുവേഷൻസ്, വീടുകൾ എല്ലാം അറിയാലോ, അത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. ഈ സൗണ്ട് ഡിസൈൻ അതുപോലെ തന്നെ ശ്രദ്ധിച്ചു വരിക, അതിൽ കൊടുത്തൊരു ശ്രദ്ധ എന്താ? അതിപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. എനിക്ക് ഭയങ്കര ലൗഡ് മ്യൂസിക്കുള്ള സിനിമകൾ ഇഷ്ടമല്ല. അല്ലേട്ടനും ഞാനും ഒക്കെ ഒരേ ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മ്യൂസിക് ചെയ്യുന്നതിന് മുമ്പ് സൗണ്ട് ഡിസൈൻ ഒരു റൗണ്ട് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ മ്യൂസിക് ചെയ്യാറുള്ളൂ. പൊതുവെ ലോഴാപ്പുഞ്ചിറ അങ്ങനെയായിരുന്നു, സൗണ്ട് ഡിസൈൻ കഴിഞ്ഞിട്ടാണ് മ്യൂസിക് ചെയ്തത്. അപ്പോൾ നമുക്ക് എവിടെ മ്യൂസിക് വേണം വേണ്ടെന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കൃത്യമായി തീരുമാനിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു വണ്ടിക്കകത്തിരുന്നു എന്ന് പറഞ്ഞ് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നതും, ഇലവിഴാപ്പുഞ്ചിറയുടെ മലയുടെ മുകളിലിരുന്നു എന്ന് പറയുന്നതും വിഷ്വൽ കൊണ്ട് മാത്രമല്ല, സൗണ്ട് ഡിസൈനാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതും അങ്ങനെയാണ്. അരുണും സോനുവും എനിക്കൊന്ന് സ്റ്റേറ്റ് നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ് ചവിട്ടെന്ന് പറഞ്ഞ സിനിമയ്ക്ക് സിംഗ് സൗണ്ട് റെക്കോർഡിങ്. ഇത് സിംഗ് സൗണ്ട് ആയിരുന്നു. അപ്പോൾ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം ജീപ്പിൻ്റെ സൗണ്ട് ഉണ്ട്, ഇതിന് മേളിൽ കൂടെ ഡയലോഗ് കേൾക്കണം. പിന്നെ രണ്ടാമത് ഫുൾ ടൈം മഴയാണ്. നമുക്ക് മഴയില്ലാത്ത സീൻസിലും നമ്മളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അകത്തൊക്കെ. അപ്പം അത് അവർ ഭയങ്കര എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തതാണ്. ഓ ശരി. അപ്പോൾ ഈ സിംഗ് സൗണ്ട് എന്ന് പറയുമ്പോൾ ജീപ്പ് പോകുമ്പോൾ സംസാരിക്കുമ്പോൾ ജീപ്പിൻ്റെയും എല്ലാം കേൾക്കും. അത് ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഡയലോഗ് എടുത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പം അത് ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പെർഫെക്റ്റ് ആയിരുന്നു. നമ്മൾ സിനിമ കാണുമ്പോഴേ അതിൽ നിങ്ങൾ ഈ വോക്കി ടോക്കി ഉണ്ടല്ലോ, അതായത് ഇപ്പം നിങ്ങൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വോക്കി ടോക്കി ആയിട്ട് വരിക. അത് കാരണം നമ്മളത് ശീലിച്ചു പോയി, മാത്രമല്ല അത് ഭയങ്കര റിയൽ ആയിട്ട് വരുന്നു എന്നുള്ളതും കൊണ്ടാണ്. ഇപ്പോൾ വയർലെസിൻ്റെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞില്ല, നമ്മളിപ്പം മ്യൂസിക് ഉപയോഗിക്കാത്തടത്തോളം കാലം ഭയങ്കര ഡൗൺ ആവാതിരിക്കാൻ സൗണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ദിലീഷ് പോത്തൻ്റെ അല്ലെ റോഷൻ്റെ ഒക്കെ ഇമോഷനെ പോലും വയർലെസ്സിലെ ചെറിയ സൗണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഡയലോഗ്സ് അല്ല, ഒരു പരുവരുപ്പൊക്കെ അങ്ങനെയാണ് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ ഇമോഷനെ കൺവേ ചെയ്യാൻ വേണ്ടിയൊക്കെ. അതാണ് സൗണ്ട് ഡിസൈൻ. പലയിടത്തും അതിന് നാച്ചുറലായി തോന്നി. ഇപ്പം ആ ബന്ധവസ് വരുമ്പം റോഷൻ ഫോണുമായി പോകുന്നു, അതേസമയം അപ്പുറത്ത് ദിലീഷ് പോത്തിന് അവരോട് ചൂടാവുന്നു, വോക്കി ടോക്കി, ആ സിങ്കൊക്കെ വരുമ്പോൾ അത് ഞാൻ പറഞ്ഞു, നമുക്ക് ഭയങ്കര റിയൽ ആയിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നി ദിലീഷ് പോത്തൻ്റെ ദ ബെസ്റ്റ് എവർ ക്യാരക്ടർ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം അയാളുടെ നടൻ 1-2 സിനിമ ഇതിനു മുമ്പ് നമുക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷേ ഇത് കണ്ടപ്പോൾ ദ ബെസ്റ്റ് ആയിരുന്നു. ഒരു ഡയറക്ടർ എന്ന രീതിയിൽ അത് എങ്ങനെയാണ്? ഇല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പം ഞാൻ വർക്ക് ചെയ്ത മിക്കവാറും ആർട്ടിസ്റ്റുകൾ നല്ല സൗഹൃദമുള്ള ആൾക്കാരുമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെ പോത്തൻ എന്ന് പറയുന്ന ഒരാളെ എനിക്ക് സിനിമയിലെ പോത്തനല്ലാതെ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള പോത്തനല്ലാതെ ഞാൻ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അങ്ങനെ പുള്ളി അടുത്ത് ഭയങ്കരമായിട്ട് അറിയാം. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ചെയ്താൽ വർക്കാവുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ പുള്ളി അത് ഡീപ്പായിട്ട് എടുക്കും. പിന്നെ റോഷനാളിലും പോത്തേട്ടനാളിലും ഞാൻ പറയുന്ന റബ്ബറിൻ്റെ ഒരു കൾച്ചറുമായിട്ട് ചേർന്നവരാണ്. ഒരാൾ കുറുപ്പന്തറയും ഒരാൾ ആക്ച്വലി ചങ്ങനാശ്ശേരിക്കാരനുമാണ്. അപ്പം കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവരുടെ അഭിനയം തന്നെയാണ് പ്രധാനമായിട്ട്. നമുക്ക് ആത്മവിശ്വാസമാണ് ഇവർ ചെയ്യുക എന്നുള്ളത്. നമ്മൾ പ്രേക്ഷകർ ദിലീഷ് പോത്തൻ എന്ന നടനെ ഈ സിനിമയിൽ കണ്ടിട്ട് പല സ്ഥലത്തും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു കൊതിപ്പിച്ചൊരു മൊമെന്റ് പറഞ്ഞാൽ എന്തായിരിക്കും? ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ സിനിമയിലുണ്ട്, ഒരു പാറ മടക്കകത്ത് വെച്ച് സംസാരിക്കുന്നു. അത് ഭയങ്കര രസമായിട്ട് പുള്ളിയുടെ പ്രസൻറ്റേഷൻ, ആ പ്രസൻറ്റേഷൻ ആണ് ആ സിനിമയുടെ മൊത്തം വെയിറ്റ് ഇരിക്കുന്നത്.
അപ്പോൾ അവിടെ പെർഫോം ചെയ്ത് നമ്മളൊരു എനിക്ക് തോന്നുന്നു 5, 6, 7ാമത്തെ ദിവസം അല്ല 8ാമത്തെ ദിവസം അത് ഷൂട്ട് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ആ കഥാപാത്രം അതുപോലെ അതിൻ്റെ ഒരു ആർക്കും ഭയങ്കര ഗംഭീരമായിരുന്നു. കടന്നു പോകുന്ന മാനസികാവസ്ഥകൾ, അതേസമയം ചില സ്ഥലത്ത് ചില ഗ്രേ ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ആ ഒരു കഥാപാത്രം ഭയങ്കര ഭംഗിയായിട്ട് എഴുതാൻ പറ്റുക, അത് പെർഫോമൻസിലേക്ക് വരിക, അത് പൂർണ്ണമായിട്ടും ഇങ്ങനെ തിയേറ്ററിൽ കണ്ടപ്പോഴേ എന്താണോ മനസ്സിൽ, എങ്ങനെയായിരുന്നോ യോഹന്നാനെ സങ്കല്പിച്ചത്, അതായിരുന്നു ആ ഒരു മീറ്റർ പിടിച്ചതും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പോത്തേരനാണെങ്കിലും റോഷനാണെങ്കിലും രണ്ടുപേരും ഡയറക്ടേഴ്സാണ്. റോഷൻ ഡ്രാമയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, പക്ഷേ ഒരു സ്റ്റോറി ടെല്ലറാണ്. പോത്തേരൻ അതാണ്. അപ്പം അവർ കഥ വായിക്കുമ്പം തന്നെ ഏകദേശം അല്ലേ വളരെ ഈസി ആയിട്ടത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ആൾക്കാരാണല്ലേ. നമ്മളെക്കാളും നന്നായിട്ട് ചിലപ്പോൾ ഒരു പരിധി വരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരുമാണ്. ഈ ആദ്യം പറഞ്ഞത് ഇതൊരു പേസ് അതുപോലെ ഇപ്പം സിനിമ 2 മണിക്കൂറേ ഉള്ളൂ. ഇലവഴ പുഞ്ചിരയാണെങ്കിലും ചെറിയ സമയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞല്ലോ അധികം കൊമേഴ്ഷ്യലൈസ് ചെയ്യാതിരിക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു പേസ് നിലനിർത്തുക, ആ പേസിൽ പറയുക, അത് പ്രേക്ഷകർ ഏറ്റെടുക്കും. പ്രത്യേകിച്ച് തിയേറ്ററിൽ നിന്ന് കാണുമ്പം ആ ഒരു വിശ്വാസം എങ്ങനെയായിരുന്നു? ഇല്ല, അങ്ങനെയുള്ള വിശ്വാസങ്ങളില്ലായിരുന്നു. ഇപ്പം നമുക്കിഷ്ടമുള്ളൊരു സിനിമ എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ എല്ലാ ഉദ്ദേശം. ഇപ്പം ഞങ്ങളുടെ ടീം എന്ന് പറയാവുന്ന അല്ലിയേട്ടനാണെങ്കിലും മ്യൂസിക് ഡയറക്ടർ മനീഷ്, ഞങ്ങളുടെ എല്ലാം ചിന്ത അതേ ഉള്ളായിരുന്നു. ആക്ച്വലി നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സിനിമ പറയുന്നുള്ളതല്ല, അത് ഇന്നതാക്കാൻ വേണ്ടി ഞങ്ങൾ അതിൻ്റെ അകത്തൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് പറയാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു കഥ പറഞ്ഞു, അത്രയേ ഉള്ളൂ. പൊതുവേ പലരും പറയാറുണ്ട്, ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പറയും അവിടെ ഒരു ഹൈ വേണം, അല്ലെങ്കിൽ ഈ പേസിൽ പോകണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടി ആൾക്കാരെ ഇന്നാക്കാൻ എന്തെങ്കിലും വേണം, അത്തരം കാര്യങ്ങളൊന്നും എഴുത്തിലേക്ക് വരാറില്ല അല്ലേ? ഇഷ്ടമുള്ള നമ്മളിതാണ് ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പറ്റിച്ചിട്ടില്ല. നമുക്കറിയാം ഇത് ഈ ബഡ്ജറ്റാണ്, ഇത് റിസ്ക് കൊണ്ട് അവർ ഹാപ്പി ആയതുകൊണ്ടാണല്ലോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രേക്ഷകരിലുള്ളൊരു വിശ്വാസം എങ്ങനെയാണ്? അതായത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഇഷ്ടമുള്ള സിനിമകൾ മാത്രം എഴുതി ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിലാണ്. അപ്പോൾ അത് പ്രേക്ഷകരിലുള്ളൊരു വിശ്വാസം എങ്ങനെയാണ്? പ്രേക്ഷകരിലുള്ള വിശ്വാസം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ഇമോഷണൽ ഡാർക്ക് അല്ലെ അങ്ങനെയുള്ള ഫ്ലേവറുകൾ അധികം ആരും വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഹ്യൂമർ അല്ലെ സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു മാസ്, അപ്പോൾ അങ്ങനെയുള്ള കഥകൾ പോകുന്നതിനിടയ്ക്ക് വേറെ ആരും ചെയ്യാത്തത് കൊണ്ടും ഇടയ്ക്ക് ഞാൻ വരുമ്പോൾ അതിനൊരു കൗതുകം ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ്. എപ്പോഴും ആലോചിക്കുന്ന പോലീസ് കഥകളാണോ? ഇല്ല, അല്ലാത്ത കഥകളൊക്കെ ഉണ്ട്. ഇപ്പം ഇൻഡസ്ട്രി ആണല്ലോ, ഒരാൾ യൂണിഫോം ഇട്ട് സക്സസ് ആയാൽ യൂണിഫോം ആവും എന്ന് പറയുന്ന കണക്ക് ഞാൻ യൂണിഫോം കഥ എഴുതി, ഇനിയിപ്പോൾ കുറച്ചാളത് എഴുതേണ്ടി വരും. പക്ഷെ ആ ഒരു മേഖല അതറിയാം, അവിടെ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ തരുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ അല്ലേ? അപ്പൊ കൂടുതൽ കോൺഫിഡൻസ് അതിലാണോ, അല്ലെങ്കിൽ മറ്റു കഥകളും പരീക്ഷിച്ചു? ഇല്ല, ഞാൻ ശരിക്കും ആദ്യമായിട്ട് ചെയ്യാൻ വന്ന സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച സിനിമയൊക്കെ പോലീസ് സിനിമയല്ല. പോലീസിന്റെ അല്ലാത്ത ഒത്തിരി ചിന്തകളുണ്ട്. ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു 1-2 പടം കൂടെ കഴിഞ്ഞിട്ട് അത്ര ഒരു ഫ്രീഡത്തിലോട്ട് പോകാറുണ്ട്. മറ്റേ ദിലീപായിട്ടൊരു സിനിമ നടക്കുന്നു, അല്ലെങ്കിൽ രഞ്ജിത്തമ്പാട്ട് അല്ലെ? അതല്ല, ഓൺലൈനിൽ പടങ്ങൾ അനൗൺസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് പ്രണവ് മോഹൻലാലും ഞാനൊന്നും പറഞ്ഞ് കുറച്ചാൾ മുമ്പ് വന്നിരുന്നു. എനിക്കും അറിയില്ല. പിന്നെ രതീഷ് പാട്ടായിട്ട് പടമുണ്ട്. അതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റ് നമ്മളിപ്പം അങ്ങനെ ഒരു പരിപൂർണ്ണമായും തീരുമാനിച്ചില്ല. 90% ചാക്കോച്ചനാവാനാണ് സാധ്യത. ഓക്കെ. അപ്പൊ ഈ ദിലീപ് പേര് സോഷ്യൽ മീഡിയ ഉണ്ടാക്കി ചിലപ്പം രതീഷ് ചേട്ടനും ദിലീപേട്ടനുമായിട്ട് നല്ല സൗഹൃദമാണ്, എനിക്കും നല്ല പരിചയമുണ്ട്. പെട്ടെന്നുള്ള ആൾക്കാർ, ഞാനിപ്പോൾ രതീഷമ്പായിട്ടൊരു പടം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ദിലീപേട്ടനെ വെച്ച് വന്ന പോസ്റ്റ് ആയിരിക്കും, കാരണം ദിലീപേട്ടൻ ആയിരിക്കും ചെയ്യുന്നതെന്നുള്ള അങ്ങനെ പൊതുധാരണയാവാം. ചാക്കോച്ചിന് ഇടയ്ക്കിടയ്ക്ക് മുഖം മിനുക്കാറുണ്ട്. അതിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയി ആദ്യമായി തോന്നിയത് നായാട്ടായിരുന്നു. അതിനുശേഷം വന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി താങ്കൾ എഴുതിയ കേസോടുണ്ട്. പക്ഷെ സ്റ്റിൽ ഈ സിനിമ, അപ്പോൾ ചാക്കോച്ചിൽ നടനെ എക്സ്പ്ലോർ ചെയ്യുന്നതിലൊരു കൗതുകം ഉണ്ടല്ലോ, മാറി മാറി പരീക്ഷിക്കുക, അതെന്താ? അതിൻ്റെ ഏറ്റവും ഫ്രീഡം ചാക്കോച്ചൻ തന്നെയാണ്. ഇപ്പോൾ ഞാൻ എഴുതുന്ന സമയത്താണല്ലോ, ഇപ്പം രസമെന്ന് വെച്ചാൽ ചാക്കോച്ചൻ ഭയങ്കര സോഫ്റ്റ്, നമുക്കറിയാം അങ്ങനെ. അപ്പം ഞാൻ ആദ്യത്തെ ആ ഗർഭിണി സീനുണ്ടായി, ലോകത്ത് ഒരു പോലീസുകാരും ചെയ്യില്ല. അപ്പം പെട്ടെന്ന് ക്യാരക്ടർ ഇന്നാവും, അല്ലെ ആൾക്കാർ എന്ത് മനുഷ്യനാണെന്ന് തോന്നിപ്പിക്കണം. കാരണം പെട്ടെന്ന് ചാക്കോച്ചൻ അങ്ങനെ ഫസ്റ്റ് സീനിൽ വന്നാൽ നമുക്ക് ഭയങ്കര രസമായിരിക്കും. അതിന് കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് എഴുതിക്കോ, കഥാപാത്രമല്ലേ, ഞാൻ നോക്കിക്കോളാം. അപ്പം അങ്ങനെ നമുക്കിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളങ്ങനെ റിസ്ക് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ വരുമെന്ന് പറയുമ്പോഴോ പിന്നീട് സെറ്റിൽ പോയിട്ട് പെട്ടെന്ന് അത് പറ്റില്ല എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. കാരണം ഇതിനെ കണക്ട് ചെയ്തായിരിക്കും അപ്പുറം ഇപ്പുറമൊക്കെ പോകുന്നത്. അപ്പം ചാക്കോച്ചൻ ആ ഫ്രീഡം നമുക്ക് ചാക്കോച്ചനോട് തന്നെ ഇന്നണക്ക് ഒരു സീൻ ഞാൻ എഴുതുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യമുണ്ട്. എഴുത്തിൻ്റെ പല മേഖലകളിലും നേരിട്ട് ഫോൺ വിളിച്ചിട്ട് ഇന്നണക്ക് ഒരു പരിപാടി ഉണ്ട്, ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണെന്ന് പറയുന്നത്. പിന്നെ പുള്ളി ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ എന്താ പറഞ്ഞാൽ
ഇഷ്ടമുള്ള രീതി കുറച്ചുകൂടെ ഡിഫറൻറ്റ് കഥാപാത്രം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ്. ശരി, പുള്ളി ട്രൈ ചെയ്യുന്ന സിനിമകൾ കാണുമ്പോൾ നമുക്കത് ഇപ്പം നമ്മളൊരു സിനിമ കണ്ട് ഇറങ്ങുമ്പോഴേ ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടി പറഞ്ഞുകൊണ്ടേ ചോദിക്കുകയാണ്. അപ്പം അത് ഞാൻ കണ്ട ഷാഹിയുടെ സിനിമകളിൽ ഏറ്റവും ഒരു ലൗഡ് സിനിമയായിരുന്നു. പിന്നെ ആ സിനിമയിൽ നമുക്ക് അവസാനം ആരോടാ സിമ്പതൈസ് ചെയ്യുക എന്നൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പം അതിലെ വില്ലന്മാർ എന്താണ് അവർ ചെയ്യുന്നത്, അവർ ക്രിമിനൽസ് ആണ്, പക്ഷെ ഒരു പോയിന്റിൽ അവരും ഉപദ്രവിക്കപ്പെടുന്നു എന്ന് പറയുമ്പം പ്രേക്ഷകർക്കുണ്ടാകുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല? ഇല്ല, നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കൂടെ ഒരു നായകൻ വില്ലൻ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മളുടെയൊക്കെ ശരികളും തെറ്റുകളുമാണത്. അതെ. അപ്പോൾ അങ്ങനെ ഒരു വില്ലൻ എന്ന് പറയുന്നത് അങ്ങനെ പോകണ്ട. കാരണം ഒരു ജെന്റിൽ കാരണം ഉണ്ടാവണമല്ലോ. വെറുതെ ആരെങ്കിലും വില്ലൻ അല്ല. നമുക്കൊരാളുടെ ദേഷ്യം ഉണ്ടാവണമെങ്കിൽ മറ്റൊരാളുടെ ഒരു റീസൺ ഉണ്ടാവണം. അപ്പോൾ അത്തരം ചിന്തകളാണ്. എനിക്കങ്ങനെ നായകൻ വില്ലൻ ഭീകരമായ സങ്കല്പങ്ങൾ എനിക്ക് ഭയങ്കര ആഗ്രഹമില്ലാത്ത ഒരാളാണ്. പക്ഷേ ആ സിനിമയിലേക്ക് വരുമ്പോൾ ഇവർ ക്രിമിനൽസ് ആണ്, ഇവർ ചെയ്യുന്നത് കാര്യങ്ങളല്ല. നമ്മൾ ഒരാൾ ക്രിമിനൽ ആവുന്നതിനൊരു കാരണമുണ്ടല്ലോ. സമൂഹം, സിസ്റ്റം എല്ലാം അതിന്റെ ഭാഗമാണ്. അപ്പം കഥാപാത്രങ്ങൾ അല്ല, ആൾക്കാരങ്ങനെ ആൾക്കാരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവരെങ്ങനെ അത് ആ ഒരു ടേക്ക് അവേ എന്തായിരിക്കും, അങ്ങനെ ആലോചന വരാറില്ല. ടേക്ക് അവേ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അവർക്കൊരു ജെന്റിൽനെസ് കൊടുക്കുമ്പോഴും അപ്പുറത്തെ സൈഡിൽ അവരെ ഭയങ്കര റഫായിട്ടും ബ്രൂട്ടലായിട്ടാണ് കാണിക്കുന്നത്. സോ ഇത് ഇങ്ങനെയൊക്കെ കാണിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ നായകനോടൊപ്പം പ്രേക്ഷകർ നിൽക്കുക എന്നുള്ളത് ജഡ്ജ്മെന്റ് ആണ്. ഇപ്പം നായാട്ട് പറയുമ്പോഴും ഈ സിനിമ പറയുമ്പോഴും ആട്ടെ, ഇപ്പോൾ ഒരു അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്കാർ അവിടെ വിക്ടിമൈസ് ചെയ്യപ്പെടുമ്പോഴും സിനിമ അവസാനിക്കുമ്പം പോലീസ് കൂടി അതിൽ ഇരയാക്കപ്പെടുന്നു എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അത് എനിക്കിങ്ങനെ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതായിട്ട് തോന്നി. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ആക്ച്വലി ഒരു നായാട്ട് സെക്കൻഡ് എൻ്റെ ചിന്തയിലുണ്ട്, ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടാവണം. അവിടത്തേക്കൊരു ലീഡ് കൂടായിരുന്നു റോന്ത. അങ്ങനെയാണ് ഞാൻ ഈ കഥ അതുകൊണ്ടാണ് ആ ഒരു കഥാപാത്രം, അതുകൊണ്ടാണ് ആ ഫോട്ടോസും അതും വന്നത്. കാരണം ആ സെയിം കാലഘട്ടത്തിലാണ്. എനിക്ക് ഇവരൊക്കെ ഒരു ട്രയലിന് പോയാൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് എനിക്ക് കൗതുകമുണ്ട്. ഓക്കെ. ഞാൻ ചോദിക്കുന്നത് ഇപ്പം പോലീസ് ഇൻവോൾവ് ആകുമ്പോഴും പോലീസിന് ഇരയാക്കപ്പെടുന്നു എന്നൊരു സാധനം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ഹൈ ലെവൽ അല്ലെങ്കിൽ ഹൈറാർക്കിയുടെ ഒരു ഉപയോഗമുണ്ട്. ഇപ്പം മുകളിലിരിക്കുന്ന പോലീസുകാരൊക്കെ ഭയങ്കര കുറച്ചുകൂടി ഒരു ബാറിലിരുന്ന് ബിസ്കറ്റ് കഴിച്ച് അങ്ങനെ കുറച്ചുകൂടി ഈസിയാണ്. പക്ഷെ ഏറ്റവും താഴേക്ക് ഇറങ്ങി ജോലി ചെയ്യുന്നവരുടെ ഒരു ബുദ്ധിമുട്ട് കൂടുതൽ ഉപയോഗിക്കുന്നു ആ ഒരു ഏരിയ പിടിക്കുന്നത്. അതല്ല, അതെല്ലാ ജോലിയിലും അങ്ങനല്ലേ. പോലീസിലാണ് ചെറിയ കോമഡി. ഞാനിപ്പോൾ സിനിമയുടെ ഭാഗമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മേൽനോട്ടമാണ് മേലുദ്യോഗസ്ഥരുടെ തൊഴിൽ. അവർക്ക് 24 മണിക്കൂർ റോഡിൽ നിൽക്കണ്ട, താഴത്തുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് സ്ട്രക്ചറിലും അത് തന്നെയാണല്ലോ. എന്ന് വെച്ചാൽ ഏറ്റവും വെളിയിരിക്കുന്ന ആൾ റോഡിലിറങ്ങി അല്ലെങ്കിൽ ഒരു ക്ലർക്കിൻ്റെ പണി ഒരിക്കലും ഒരു കളക്ടർ ഇറങ്ങി ചെയ്യില്ലല്ലോ എന്ന് പറയുന്ന ഹൈറാർക്കി പോലീസിലുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കുറച്ചുകൂടെ ടൈമും ഫ്രീഡം ഉണ്ട്. സാധാരണ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഈ വർക്ക് നടപ്പിലാക്കണല്ലോ. അതിൻ്റെ ഓർഡർ കൊണ്ടുപോകേണ്ടത് സാധാരണ പോലീസുകാരാണ്. അതിൻ്റെ മേൽനോട്ടത്തുമാണ് അതിൻ്റെ ഏറ്റവും മേൽനോട്ടമാണ് അവർ വരുന്നത്. പിന്നെ പോലീസിൽ മാത്രമുള്ള ഒരു രസമുള്ള ഇതാണ്, ഞാനിത് സിനിമയ്ക്ക് വെളിയിൽ പറയുകയാണ്. ഒരു പോലീസുകാരൻ ക്യാമ്പിൽ കയറുമ്പോഴാണ് ഏറ്റവും സ്വാതന്ത്ര്യം. ട്രെയിനിങ് കഴിഞ്ഞ് ക്യാമ്പിൽ നിൽക്കുമ്പം അവന് ഒറ്റയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങളില്ല, ഒരു കൂട്ടമായ ഉത്തരവാദിത്തമാണ്. ഇവിടുന്ന് ക്യാമ്പിൽ നിന്ന് നമ്മൾ സ്റ്റേഷനിൽ ചെന്ന് നമുക്കൊരു പണി ഏൽപ്പിച്ചാൽ നമുക്ക് അവിടെ ഉത്തരവാദിത്തമായി. നമ്മൾ ഹവിൽദാറിലെ ഹെഡ് കോൺസ്റ്റബിൾ ആകുമ്പം ഇപ്പോൾ സീനിയർ CP എന്ന് പറയുന്നത്, ഇതാവുമ്പോൾ കേസ് എഴുതാൻ തുടങ്ങണം. കേസ് എഴുതണം, എന്നാൽ താഴത്തെ പണി പാറാവും കയറണം, എല്ലാ പണിയും ചെയ്യണം. ഇത് കഴിഞ്ഞ് ASI ആയാലും ഗ്രേഡ് SC ആയാലും പാറാവ് കയറണം എന്ന് ഒഴിവാക്കിയാൽ ഈ പറയുന്ന കേസെഴുത്തും ബഹളമാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ഒരു സ്റ്റേഷനിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു SI ആണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം എടുത്താൽ SHO എന്ന് പറയും, പണ്ട് SI ആയിരുന്നു, ഇപ്പോൾ CI. ഈ SHO എന്ന് പറയുന്ന ആളാണ് പോലീസിൽ ഏറ്റവും പ്രഷർ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഒരു ഡയറക്ടർ SI കയറിയാൽ പുള്ളി CA ആയി കഴിഞ്ഞ് മേപ്പോട്ട് കയറി കഴിഞ്ഞാൽ അടുത്ത റാങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മേൽനോട്ടമായി ഇത്രയും കാര്യങ്ങൾ ഡയറക്റ്റ് ഡീൽ ചെയ്യുമോ, അത്രയും പ്രഷറുകളും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു പോലീസുകാരൻ അവൻ്റെ സർവീസിൻ്റെ ഏറ്റവും അവസാനം ഒരു 55-ാമത്തെ 56-ാമത്തെ വയസ്സിലായിരിക്കും ചിലപ്പോൾ ഒരു SI ഒക്കെ ആവുന്നത്. ആ സമയത്താണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്നത്. നേരെ മറിച്ചൊരു LD ക്ലർക്കാണെങ്കിൽ ഇവർ പ്രൊമോട്ടഡ് ആയി പോകുന്നതോറും ഇവരൊരു മേൽനോട്ടത്തിലോട്ടും തൊഴിൽ കുറയുകയും ചെയ്യും. പക്ഷെ ഒരു പോലീസുകാരന് CA അല്ലെങ്കിൽ ഒരു SI ആയിട്ട് വരുമ്പോഴാണ് ഏറ്റവും അവൻ്റെ ആ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ട ബുദ്ധിമുട്ടേണ്ടി വരുന്നത്. നമ്മൾ പോലീസ് സിനിമകൾ ഒരുപാട് കണ്ടിട്ടേ പല ക്ലീശകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ചടപ്പിച്ചൊരു ക്ലീശ പറഞ്ഞാൽ എന്തായിരിക്കും പണ്ട് കണ്ടുള്ള പോലീസ് സിനിമകളിൽ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലെന്നേ. കാരണം ഓരോ കാലഘട്ടത്തിലും ഓരോ റൈറ്റേഴ്സ് ആ സമൂഹത്തിന്, അത് സിനിമ എപ്പോഴും ഒരു കച്ചവടം തന്നെയാണ്, ഒരു കൊമേഴ്ഷ്യൽ
പെർസ്പെക്റ്റീവ് തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ എന്നെക്കുറിച്ച് എന്ത് വിവാദം പറഞ്ഞാൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന അതിൻ്റെ പർപ്പസ് കൊമേഴ്സ്യലാണ്. ആ സിനിമ വിജയിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല ആ കഥയ്ക്ക്. അല്ല കഥയല്ല, ആ കഥ കൊണ്ട് പ്രത്യേകിച്ച് സമൂഹത്തിന് ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ ഇപ്പുറത്തെ എൻ്റെ ഈ സിനിമകളെ ക്രിറ്റിസിച്ചാണ് അത് ഓക്കെയാണ്, അതൊരു കൊമേഴ്സ്യൽ പർപ്പസ് എടുക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഹീറോയ്ക്കായിട്ടൊരു നായകൻ ഉണ്ടാവുന്ന കാലഘട്ടത്തിലാണ് നമ്മളൊരു 80s തൊട്ട് ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും ഒരു ഗുഡ് കോപ്പ് ഒരു ബാഡ് കോപ്പ് ആ ഒരു ഗെയിം അവർ വെച്ചിട്ടുള്ള അത് ആൾക്കാർ എൻജോയ് ചെയ്തുകൊണ്ടാണ്. അത് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയാണ്. സെയിം ടൈമിൽ തന്നെ KG ജോർജ് സാറ് യവനിക എടുത്തിട്ടുണ്ട്, അല്ലാത്ത സിനിമകൾ പലയിടത്തും വന്നിട്ടുണ്ട്. അപ്പം നമ്മളതിനെ ഇപ്പം ക്ലീഷ എന്ന് പറയണ്ട, അന്നത് കൊമേഴ്സ്യലി വർക്കായിരുന്നു. അത് റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോഴുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് അതൊരു ക്ലീശയോ മോശമാണെന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല. അന്നത്തെ ഒരു സാഹചര്യം സിനിമയുടെ സ്വഭാവം എല്ലാം ചിലപ്പോൾ ഒരു 10 വർഷം 20 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ പോലീസ് സിനിമ എടുക്കുമ്പോൾ ക്രിഞ്ചോ ക്ലീശ എന്ന് പറയും. ചിലപ്പോൾ കാലം അത്രയും മാറിയിട്ടുണ്ടാവും. അന്നത്തെ എഴുത്തുകാർ അതിൻ്റെ അപ്പുറത്തെ ചിന്തകളിലായിരിക്കും എഴുതുന്നത് സിനിമ. ചിലര് ഇപ്പം ഇന്നത്തെ കാലത്ത് ഇന്ന് പഴയ സിനിമകളെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ തോന്നുന്നു. എനിക്ക് അർത്ഥം അങ്ങനെ തോന്നുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ അവർ ആ കാലഘട്ടത്തിനനുസരിച്ച് എഴുതിയ സിനിമകളാണ്. അതിന് നമ്മളിപ്പം മാറി നിന്നിട്ട് വിമർശിക്കാൻ പറ്റില്ല. ഇപ്പം പലപ്പോഴും എനിക്ക് കേട്ടിട്ടുണ്ട് ദാമോദര സാറിനെയൊക്കെ കുറിച്ച്. അത് ആ കാലഘട്ടം അങ്ങനെ ആയിരുന്നായിരിക്കാം. അല്ലെ അന്ന് കൈയടിക്കപ്പെടുന്ന അങ്ങനത്തെ കഥകൾക്കാവാം. അതുകൊണ്ടാണ്. അല്ലെ അവരുടെ ചുറ്റുവട്ടത്തും അങ്ങനെയുള്ള ഹീറോസ് ആയിരിക്കും ഉണ്ടായിരുന്നത്. പൊതുവെ സിനിമ കാണുന്നതിലൊരു ശീലം എങ്ങനെയാ? എത്തരം സിനിമകൾ കാണുന്നതാണ് കൂടുതൽ താല്പര്യം? പിന്നെ സിനിമ നിരന്തരം കാണാറുണ്ടോ? എങ്ങനെയാ അത്? ഇതിൽ അങ്ങനെ നിരന്തരം സിനിമകൾ കാണാറില്ല. ഇപ്പോൾ സ്വാധീനിക്കപ്പെട്ടാൽ ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്ന സിനിമയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ് ഭയങ്കര ഇതാണ്. വാപ്പ ഒരു സിനിമ നന്നായി കാണുന്ന ആളായിരുന്നു. അപ്പോൾ അവാർഡ് സിനിമകൾ ഞായറാഴ്ചകളിൽ TV വരുമ്പോൾ എന്നെ കാണിച്ചിട്ടുണ്ട്. ചാപ്ലിൻ ഫിലിം ഫെസ്റ്റിവൽ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറിയ സിനിമ കൂട്ടായ്മകൾ അങ്ങനെയൊക്കെയാണ്. യവനികയൊക്കെ ആലപ്പുഴ സുബ്ബമ്മ എന്ന് പറഞ്ഞ തിയേറ്ററിലൊക്കെ വാപ്പ കൊണ്ട് കാണിച്ചിട്ടുള്ളതുണ്ട്. നേരെ മറിച്ച് അപ്പുറത്ത് ബെൻഹറും റാംബോ, ഫസ്റ്റ് ബ്ലഡ്, സെക്കൻഡ് ബ്ലഡ് അങ്ങനെയുള്ള പടങ്ങളും കാണിച്ചിട്ടുണ്ട്. ആ ഒരു സമയം അങ്ങനെയായിരുന്നു. പിന്നീട് ഒരു കോളേജിൻ്റെ ഒക്കെ സമയത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് ഫെസ്റ്റിവൽസൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട ചില സിനിമകളുണ്ട് ആ സമയങ്ങളിൽ. അത് ഇപ്പോൾ എന്നെ ഏറ്റവും സ്വാധീനിച്ച സിനിമയ്ക്ക് ഇങ്ങനൊരു ഭാഷ അല്ലെങ്കിൽ ഇങ്ങനൊരു കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവമായത് കണ്ടഹാർ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഇപ്പോൾ മെക്മൽ ബഫിൻ്റെ ഇറാനിയൻ. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നീട് എൻ്റെ ഇഷ്ട സിനിമകളെന്ന് വെച്ചാൽ അതേ രീതിയാണ്. ഇപ്പോൾ അടുത്ത് വന്നതിനെ കാഫർനാൻ പറയാം. എനിക്കിപ്പം ഫ്രഞ്ച് പടങ്ങൾ ഇഷ്ടമാണ് ചിലത്. ഇപ്പം നമ്മളുടേതിൻ്റെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു വെർഷനാണ് റോന്തിൻ്റെ തന്നെ. ലെസ് മിസറബിൾസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. പിന്നെ യു റെസംബിൾസ് മീ എന്ന് പറഞ്ഞൊരു പടം കൊണ്ട് അതെനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സിനിമകളോട് എന്തോ ഒരു ഇഷ്ടമാണ്, താല്പര്യം കൂടുതലുണ്ട്. വായനയും അങ്ങനെയൊക്കെ തന്നെയാണോ? ഞാൻ പറഞ്ഞു ഫേവറേറ്റ് ആയി ഇപ്പോഴും അതുണ്ട് വായന? ഇല്ല, വായന ഞാൻ 2005 ശേഷം എൻ്റെ ട്രെയിനിങ് പൂർത്തിയായതിനു ശേഷം ഞാൻ ഇന്നൊരു നോവലോ പുസ്തകമോ വായിച്ചിട്ടില്ല. ഇല്ല, വായിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. അതിൻ്റെ കാരണം കേൾക്കണ്ട, അല്ല ഇന്റർവ്യൂവിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ എനിക്കത് അറിയാണ്ട് വയ്യ എന്നൊരവസ്ഥയായിപ്പോയി. ഓക്കെ, ഇനി വരാനുള്ള സിനിമകളെ കുറിച്ച് പോലീസ് സ്റ്റോറി ഇനിയും ഉണ്ടാവുമല്ലോ അല്ലേ? പോലീസ് സ്റ്റോറി ഇനിയും ഉണ്ടാവും. ഇനി ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എഴുതുന്ന സിനിമകളാണ്, അത് കൊമേഴ്സ്യലാണ്, അത്തരം ചിന്തകളിൽ എഴുതുന്ന സിനിമകളാണ്. ഡയറക്റ്റ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള സിനിമകളായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എഴുതുന്നത് ഡയറക്ഷൻ വേറെയാണ്? ഡയറക്ഷൻ വേറെയാണ്. ഇനി 1, 2, 3 സിനിമകൾ കഴിയാതെ ഇതിനടുത്ത പണിയൊന്ന് അടങ്ങട്ടെ, എന്നിട്ട് സമാധാനമായി കയറാമെന്ന് വെച്ചു. ഇപ്പോൾ നിങ്ങൾ ഡയറക്ടർ കൂടിയാണല്ലോ, അപ്പോൾ സ്വന്തമായിട്ടൊരു കഥ എഴുതിയാൽ സ്വന്തമായി ഡയറക്റ്റ് ചെയ്യണമെന്ന് തോന്നാറില്ലേ? 2 തരമാണ്. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഞാൻ ഒരിക്കലും ഡയറക്റ്റ് ചെയ്യില്ല. നായാട്ട് എനിക്കിഷ്ടമുള്ള സിനിമയാണ്. പക്ഷേ അന്ന് മാട്ടിൻചേട്ടൻ ചെയ്യുന്നതിനാണ് അതിൻ്റെ ഭംഗി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. എനിക്കിഷ്ടമുള്ള സിനിമ ഞാൻ ചെയ്യത്തുള്ളൂ. പിന്നെ ജീവിക്കാൻ കൊമേഴ്സ്യൽ സിനിമ വേണം, ഇവിടെ സർവൈവ് ചെയ്യണം. എന്നെ കുറ്റപ്പെടുത്തിയാലും അത്യാവശ്യം ശമ്പളം കിട്ടിയ പടങ്ങളിലൊന്നും ഓഫീസർ ഓൺ ഡ്യൂട്ടിയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നായാട്ടിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ശരിക്കും. എനിക്ക് അതൊരു ആഗ്രഹമുള്ള സിനിമയാണ്. കാരണം പ്രേക്ഷകർ കണക്ക് തന്നെ ഇവർ കോടതിയിൽ പോയാൽ എന്തായാലും സംഭവിക്കും എന്നുള്ളൊരു ആഗ്രഹം എനിക്ക്. ഒരു കോർട്ട് റൂം പോലെ തന്നെ ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കോർട്ട് റൂം, ഇപ്പോഴത്തെ ചിന്ത ഏതാണ്, ചിലപ്പോൾ കോർട്ട് റൂമിന് വെളിയിലും ആവാം, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ട്. ഈ പോലീസ് സ്റ്റോറി തന്നെ ചെയ്യുമ്പോഴും ഇൻവെസ്റ്റിഗേഷൻസിലാണോ അല്ലെങ്കിൽ ഡ്രാമ ചെയ്യുന്നതിലാണോ കൂടുതലൊരു താല്പര്യം വരാം? എനിക്ക് ഡ്രാമയാണ് ഇഷ്ടം. ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ബോറാണ്. നമ്മൾ എത്രയോ വർഷമായി ഇൻവെസ്റ്റിഗേഷൻ കാണുന്നു. അത് ഒരു പാറ്റേണിഷ് ആണല്ലോ. അത് എഴുതി പിടിപ്പിക്കൽ ഇച്ചിരി പാടാണ്. കാരണം പഴയതും പുതിയതുമായിട്ട് മാറ്റം ഉണ്ടാവണം. ഇപ്പോൾ ജോസഫിൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഇനിയൊരു 3ാമതൊരു ഇൻവെസ്റ്റിഗേഷൻ എഴുതുമെന്ന് പറയുന്നത് കുറച്ചുകൂടെ പാടാണ്. കാരണം നമുക്ക് തന്നെ ബോറടിയാണ് ഇൻവെസ്റ്റിഗേഷൻ. ഡ്രാമയ്ക്ക് ഒരു രസം, ഡ്രാമയാണ്. ഇപ്പം ജോസഫ് ആണെങ്കിലും
ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിലും ഇൻവെസ്റ്റിഗേഷനേക്കാളും ഡ്രാമയാണ് വർക്കായത്, ക്യാരക്ടർ ഡ്രാമയാണല്ലോ അത്. അപ്പോൾ ക്യാരക്ടറിനോടുള്ള ഇഷ്ടമാണ് ആ സിനിമയോട് ഉണ്ടായ ഇഷ്ടം, അല്ലാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ ഒരു ബോറടിപ്പിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റോന്ത് കാണാത്തവർ ഇനി കാണട്ടെ, നല്ല ഗംഭീര സിനിമയാണ്. കാണുന്ന പ്രേക്ഷകർക്ക് അതാണ് പറയുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ നാടാണെങ്കിലും എല്ലാവരും കൈയടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ സിനിമ വലിയ ഹിറ്റ് ആവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.